നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് എന്നൊരു നമ്പർ ഉണ്ട്, അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 164 ദ ഹോൾ റേസ് 169 പ്ലസ് 333 ദ ഹോൾ റേസ് 337 മൈനസ് 727 ദ ഹോൾ റേസ് 726. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഹോൾ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിറ്റിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഓരോ ടേമിലെ യൂണിറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതായത് 164 169 4, 333 the whole raised to 337 3, 727 the whole raised to 726 7. ഈ മൂന്നും വെച്ചാണ് നമ്മൾ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേമിൽ 4 പ്രത്യേകതയുണ്ട്. 4ന്റെ ഓരോ 2 പവർ കഴിഞ്ഞിട്ടും കിട്ടുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓരോ 2 പവർ കഴിഞ്ഞ് കിട്ടുന്ന യൂണിറ്റ് സെയിം എന്ന് പറയുമ്പോൾ 4:1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4:2 എന്ന് വെച്ചാൽ എത്രയാണ്? 16 ആണ്. അവിടെ യൂണിറ്റ് എന്താണ്? 6 ആണ് വരുന്നത്. 4:3 എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ആണ്. വീണ്ടും എന്ത് ചെയ്തു? യൂണിറ്റ് 4 റിപ്പീറ്റ് ചെയ്യുന്നു. 4:4 എന്ന് പറയുമ്പോൾ എന്താണ്? 256. വീണ്ടും എന്താണ്? യൂണിറ്റ് എന്തായി? 6 ആയി. അതായത് ഈ 4 വാറ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ 2 പവർ കഴിയും തോറും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4ന്റെ പവേഴ്സിന്റെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 4:1 ഈവൻ നമ്പർ ആണെങ്കിൽ യൂണിറ്റ് 4 വരും. 4:1 ഓഡ് നമ്പർ ആണെങ്കിൽ യൂണിറ്റ് 4 വരും. 4:1 ഈവൻ നമ്പർ ആണെങ്കിൽ യൂണിറ്റ് 6 വരും. ഇതാണ് സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. 4ഉം 4 വെച്ച് അവസാനിക്കാൻ ഏതൊരു ടേം, ഇപ്പോൾ 14 ആയാലും 24 ആയാലും എല്ലാത്തിനും ഇതേപോലെ തന്നെ. 24 ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ യൂണിറ്റ് 4ഉം 24 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ യൂണിറ്റ് 6 വരും. അതുകൊണ്ടാണ് 164:116 ഞാൻ 4 മാത്രം എടുത്തത്. ഇനി അടുത്ത ടേമിൽ, അപ്പം ഫസ്റ്റ് ടേമിൽ എക്സിന്റെ ആദ്യത്തെ ടേമിലെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 4 ആണ്. ഇനി 4 പ്ലസ് അടുത്ത 333 ദ ഹോൾ റേസ് ടു 337. ഈ 3യുടെ ടേംസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഇതേപോലെ സൈക്ലിസിറ്റി 4 ആയിരിക്കും. 3ന്റെ പവേഴ്സിന്റെ സൈക്ലിസിറ്റി 4 ആയിരിക്കും. അതായത് ഓരോ 4 പവർ കഴിയുമ്പോഴും യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 3:1 3, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9, 3 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 27, 3:4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 81. 3:4 എന്ന് പറയുമ്പോൾ 81. ഇനി 3:5 എന്ന് നോക്ക്, 243 വരും. അതായത് വീണ്ടും 3 റിപ്പീറ്റ് ചെയ്തു. 3:6 ആണെങ്കിൽ യൂണിറ്റ് 9 വരും. 3:7 ആണെങ്കിൽ യൂണിറ്റ് 7 വരും. അതായത് ഓരോ 4 പവർ കഴിയുമ്പോഴും യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 3യുടെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം 3:337 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സൈക്ലിസിറ്റി 4 അല്ലേ? അപ്പൊ 337നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 1 ആണ് വരുന്നത്. റിമൈൻഡർ 1 ആണ്. അപ്പം 3:1ന്റെ അതേ പവർ ആയിരിക്കും 3:337 യൂണിറ്റിലും വരുന്നത്. അപ്പം 333 ഹോൾ റേസ് ടു 337ന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3:1ന്റെ അതേ പവർ, അതായത് 3 തന്നെ വരും. അടുത്തത് -727 ഹോൾ റേസ് 726. ഈ 726നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 7ന്റെയും ഇത് സെയിം തന്നെ 4 ആണ് സൈക്ലിസിറ്റി. അപ്പം 726നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 2 വരും. 724നെ 4 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ 726 ആകുമ്പോൾ റിമൈൻഡർ 2 വരും. അപ്പം 7 സ്ക്വയറിന്റെ അതേ പവർ തന്നെ. 7 സ്ക്വയറിന്റെ അതേ പവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ്. അപ്പം -9. ഓക്കെ, 7:1 7, 7 സ്ക്വയർ 49, 7 ക്യൂബ് 343, 7:4 എന്ന് പറയുമ്പോൾ 343 × 7 യൂണിറ്റ് 1 വരും. 7:5 ആകുമ്പോൾ 7:1ന്റെ അതേ പവർ ഉണ്ട്. അതായത് ഓരോ 7ഉം 3ക്കൊക്കെ 4 ആണ് സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ പവേഴ്സിന്റെ ഓരോ 4 പവർ വരുമ്പോൾ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പം 4 + 3 -9 എന്താണ്? -2 ആണ് വരുന്നത് അല്ലേ? -2. പക്ഷേ നമുക്കറിയാം -2 ഒരിക്കലും എന്താണ് ഒരു യൂണിറ്റ് ആവില്ലെന്ന്. അപ്പം എന്താണ് മൈനസ് ആൻസർ കിട്ടിയൊന്നുമില്ല. പ്ലസ് ഒരു 10 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, = 8 ആയിരിക്കും യൂണിറ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇപ്പം പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ കുഴപ്പമില്ല. നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ എന്താണ്? ആക്ച്വലി 4 + 3 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടെ 17 ആയിരിക്കും. ഈ 4 + 3 നമ്മൾ 7 എടുത്തില്ലേ? ആക്ച്വലി റിയൽ വാല്യൂ അത് 17 ആയിരിക്കും. 17 9 8 അല്ലേ? അപ്പം ഒരിക്കലും അതുകൊണ്ടാണ് നമ്മൾ 10 കൊണ്ട് ആഡ് ചെയ്യുന്നത്. ഒരു മൈനസ് വാല്യൂ കിട്ടിയാൽ എപ്പോഴും നമ്മൾ 10 കൊണ്ട് ആഡ് ചെയ്താൽ മതി, നമുക്ക് യൂണിറ്റ് കിട്ടും. ഓക്കെ, ഈ സൈക്ലിസിറ്റിയെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ 1ന്റെ എപ്പോഴും 1ന്റെ ഏത് പവർ ആയാലും 1 കൊണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും 1 കൊണ്ട് അവസാനിക്കും. 2ന്റെ പറയുമ്പം സൈക്ലിസിറ്റി 4 ആണ്. 2, 3, അതേപോലെ തന്നെ 7, 8 ഇതിന്റെയൊക്കെ സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ 4 ആണ്. അതായത് ഓരോ 4 പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 പവർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ 4 പവർ കഴിയുമ്പോൾ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി 4, 6,
9 ഇതിൻ്റെയൊക്കെ സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ 2ആണ്. അതായത് ഓരോ 2 പവർ കഴിയുമ്പോഴും എന്താണ് യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ 9ന്റെ കേസ് പറഞ്ഞാൽ 9 9 9 സ്ക്വയർ 81 9 ക്യൂബ് എന്ന് പറയുമ്പോൾ 79 വീണ്ടും യൂണിറ്റ് 9 വരുന്നു. ഓരോ 2 പവർ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി 5ന്റെ കേസിൽ എപ്പോഴും 5 ആയിരിക്കും. 5ന്റെ 1ന്റെയും കേസിൽ എപ്പോഴും യൂണിറ്റ് ആ നമ്പർ തന്നെ ആയിരിക്കും. 2 3 7 8 ആണെങ്കിൽ സൈക്ലിസിറ്റി 4 4 6 9 ആണെങ്കിൽ സൈക്ലിസിറ്റി 2. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇങ്ങനെ പവേഴ്സ് വയ്ക്കുന്ന ഏത് ക്വസ്റ്റൻ ആയാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ടേംസിന്റെ യൂണിറ്റ് മാത്രം എടുത്ത് ചെയ്താൽ മതി. ഇപ്പം സൈക്ലിസിറ്റി 4 ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ആണ്. ഇപ്പൊ 116ന്റെ ഒക്കെ സൈക്ലിസിറ്റി 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? അല്ലെങ്കിൽ 4ന്റെ നമുക്കറിയാം 4 റോൾ നമ്പർ 4 ഈവൻ നമ്പർ 6 ആയിരിക്കും യൂണിറ്റ് നമ്പർ എഴുതുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ചോദിക്കുന്നു. താങ്ക് യു.